മിസ്സിന്റെ കുട്ടികളെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് ഇതാ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശ്രുതി മിസ് ആണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ചോദിച്ച ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്ന് പറയുന്ന വീഡിയോ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വരെ കാണാം. എനിക്കറിയാം ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഒരുപാട് പേർക്ക് അവനവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്ടമല്ലാത്തവരുണ്ടാവും, ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ ഔട്ട് ഓഫ് 10 നിങ്ങൾ നിങ്ങളെ ഹാൻഡ് റൈറ്റിങ്ങിനെ എത്ര റേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഒരു നാണക്കേടും വിചാരിക്കേണ്ട, ഒരു കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മോശം ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മിസ്സ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് സൂപ്പർ ആക്കി തരാൻ മിസ്സ് ഗ്യാരണ്ടി. ഓക്കെ, റെഡി? അപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ എല്ലാവരും ചെറുപ്പത്തിൽ എന്തായിരുന്നു, വളരെ മോശമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ്. എ എഴുതാനും ബി എഴുതാനും സി എഴുതാനൊക്കെ പതുക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ റേറ്റ് താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ പഠിച്ചവരാണ്. പക്ഷേ പതുക്കെ എൻ്റെ സ്കൂളിലുള്ള ടീച്ചേഴ്സ് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളും അതേപോലെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പലരും ഗൈഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ അത് അപ്ലൈ ചെയ്ത് എനിക്ക് ഓക്കെ ആയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഓക്കെ, റെഡി? അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഫുൾ ഗ്യാരണ്ടി പറയുകയാണ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതാ ഇങ്ങനെ നീറ്റായിട്ട് എഴുതി കാണുന്ന ഒരു പേജ് ഭയങ്കര ഇഷ്ടമായിരിക്കും കാണാൻ അല്ലേ? അപ്പോൾ വൈ ഹാൻഡ് റൈറ്റിംഗ് മാറ്റേഴ്സ്, എന്തുകൊണ്ടാണ് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ എപ്പോഴും ടീച്ചേഴ്സ് നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ പേരൻസ് നിങ്ങളോട് പറയുന്നത്? ഒന്നെന്ന് പറയുന്നത് ബൂസ്റ്റ് മെമ്മറി ആൻഡ് കോൺസെൻട്രേഷൻ. നിങ്ങൾ ആ ഒരു ഹാൻഡ് റൈറ്റിംഗ് ശ്രദ്ധിച്ച് എഴുതുന്ന സമയത്ത്, നല്ലൊരു ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കത് വീണ്ടും റിവൈസ് ചെയ്യാനും ആ എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാകാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വീണ്ടും നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഒരു ബുക്ക് എടുത്ത് കാണുന്ന സമയത്ത് ഹായ് അടിപൊളിയായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വായിക്കാനൊരു ത്രില്ലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു മെമ്മറി പവറും അതേപോലെ കോൺസെൻട്രേഷനും കൂട്ടാൻ സഹായിക്കും. അതേപോലെ ഫസ്റ്റ് ഇംപ്രഷൻ, നമ്മളൊരു ടീച്ചർ പേപ്പർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് നോക്കുമ്പോൾ അല എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല, നമ്മളൊട്ടും മാർക്കും കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം നമുക്ക് കാര്യം മനസ്സിലാവേണ്ട നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ലുക്സ് കോൺഫിഡൻറ്റ്, നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതി വെക്കുന്ന ഒരു സാധനം പെട്ടെന്ന് കാണുമ്പോൾ എന്താണ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ എഴുതിയ പോലെ ഉണ്ടാവും. സംഭവം പൊട്ടത്തരാണെങ്കിലും കാണാൻ സൂപ്പർ ആണെങ്കിൽ തന്നെ അതിനെന്തുണ്ടാകും, ഒരു 1/2 മാർക്കെങ്കിലും ഇട്ടുതരാൻ വേണ്ടി തോന്നും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഹാൻഡ് റൈറ്റിംഗ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഐഡൻറ്റിഫൈ വാട്ട്സ് റോങ് വിത്ത് യു, അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ പറയും ഇതൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം മിസ്സേ, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പൊട്ടയാണ് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുതുന്നത് സ്പീഡ് കൂടിയിട്ടാണോ? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെറ്റേഴ്സ് ഇങ്ങനെ വലുതും ചെറുതുമായിട്ടാണോ? അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പേസിങ് കറക്റ്റ് ആവാതെ അടുപ്പിച്ചെഴുതേണ്ടത് വലുതാക്കി എഴുതുക, വലുതാക്കി കുറച്ചും കൂടി വിട്ട് എഴുതേണ്ടത് അടുപ്പിച്ചെഴുതുക, അങ്ങനെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്തയാണോ നിങ്ങളുടെ പ്രശ്നം? അതാണ് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൂൾസ് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ നല്ലൊരു പെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പെൻസിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെൻസിൽ, നല്ലൊരു പെന്നോ പെൻസിലോ എടുക്കാം. അത് എത്ര നന്നായിട്ട് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എപ്പോഴും തുടക്കത്തിൽ എന്ത് ചെയ്യുക, റൂൾഡ് നോട്ട്ബുക്സിൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതായത് വരെയുള്ള നോട്ട്ബുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ, മിസ്സിൻ്റെ ഒക്കെ സ്കൂളിൽ ഒരു പ്രായം കഴിഞ്ഞ് ഒരു ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് റൂൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ വരെയുള്ള ബുക്ക് ഉപയോഗിക്കരുത്, വരയില്ലാത്ത ബുക്ക് തന്നെ ഉപയോഗിക്കണം എന്നുള്ള റൂള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്കൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസിന് ഒരു പേപ്പർ എടുക്കുക. ഓക്കെ, ഒരു പേപ്പർ എടുക്കുക, അതായത് റൂൾഡ് നോട്ട്ബുക്കിൻ്റെ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് സ്കെച്ച് പെൻ ഉണ്ടാവില്ലേ, ബ്ലാക്ക് സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് ഈ അതായത് ആ റൂൾഡ് നോട്ട്ബുക്കിൽ ഇങ്ങനെ വര ഉണ്ടാവുമല്ലോ, ആ വരേൻ്റെ മേലെ കൂടെ ഒന്നും കൂടെ സ്കെയിൽ ഉപയോഗിച്ച് ഈ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് ഇങ്ങനെ കട്ടിയിൽ വരയ്ക്കാം. ഓക്കെ, അതായത് അതിൻ്റെ വരികളെ ഒന്നും കൂടെ വൃത്തിയായിട്ട് സ്കെച്ച് പെൻ കൊണ്ട് വരയ്ക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ അൺറൂൾഡ് നോട്ട്ബുക്കിൽ എഴുതുന്ന സമയത്തോ നിങ്ങൾ അസൈൻമെൻറ്റ്സ് A4 ഷീറ്റിൽ എഴുതുന്ന സമയത്തോ ഇത് അടിയിൽ വെക്കുക. ഓക്കെ, ഇത് ആ ഒരു പേപ്പറിൻ്റെ അടിയിൽ വെക്കുക. അപ്പോൾ എന്താവും, നിങ്ങൾക്ക് കറക്റ്റ് തെളിഞ്ഞ് കാണാൻ പറ്റും, ഒരു ട്രേസ് പോലെ. അപ്പോൾ നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആകും. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ റൂൾഡ് നോട്ട്ബുക്കിൽ ചെയ്യാം. സിറ്റിംഗ് പോസ്റ്റർ കറക്റ്റ് ആക്കുക. നമ്മൾ എങ്ങനെയെങ്കിലും നിന്ന് എഴുതരുത്, ശാന്തമായി ഇരുന്ന് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയായിട്ടുള്ളവർക്കുള്ളതല്ല കേട്ടോ. അതായത് അവർക്ക് ഒന്നുകൂടി നന്നാക്കാനും യൂസ് ചെയ്യാം. ഒട്ടും നന്നല്ലാത്തവർക്കും ആവറേജ് ആയിട്ട് എഴുതുന്നവർക്കും നല്ല രീതിയിൽ മാറ്റം വരും കേട്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. നെക്സ്റ്റ്, ട്രിക്സ് ദാറ്റ് വർക്ക്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ട്രിക്കുകൾ ചെയ്യാൻ പറ്റുക? ഒന്ന്, നിങ്ങൾ പതുക്കെ എഴുതി പഠിക്കുക.
ഓക്കെ, സ്ലോലി. സ്പീഡിൽ എഴുതുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡ് റൈറ്റിംഗ് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതാണ് നിങ്ങൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സ് ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞു പോവുകയുള്ളൂ, നോട്ട് എഴുതാനുള്ള സമയം ആരും തരാൻ പോകുന്നില്ല നമുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ സ്പീഡിൽ എഴുതിയിട്ട് എൻ്റെയൊക്കെ ഹാൻഡ് റൈറ്റിംഗ് PG ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് മോശമായി. അതുകൊണ്ട് വെച്ചാൽ അത്രയും സ്പീഡിൽ നമ്മൾ എഴുതുകൊണ്ടാണ്. അപ്പോൾ സ്ലോലി എഴുതി പഠിക്കാം. നമുക്ക് എന്താ പറയുക, കേഴ്സീവ് റൈറ്റിങ്ങിൻ്റെ നോട്ട്ബുക്സ് കിട്ടും, അങ്ങനെ 4 ലൈനുള്ള, അങ്ങനെയും എഴുതി പഠിക്കാം നിങ്ങൾക്ക്. അതേപോലെ എപ്പോഴും എഴുതുമ്പോൾ ഒരേ സൈസിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ലീവ് പ്രോപ്പർ സ്പേസ്. ഓരോ വാക്ക് കഴിഞ്ഞാലും കറക്റ്റ് അതിന് കൊടുക്കേണ്ട സ്പേസിങ് നോക്കുക. ഓരോ വരി കഴിഞ്ഞാലും കൊടുക്കേണ്ട സ്പേസ് കറക്റ്റായിട്ട് വിടുക. ടച്ച് ദ ലൈൻസ് പ്രോപ്പർലി. ഇപ്പം നിങ്ങളൊരു 4 ലൈൻ നോട്ട്ബുക്കിലാണ് നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ടച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാ ഇങ്ങനെ മിസ്സിൻ്റെ പേരാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു ഇത് ടച്ച് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തുക. ഓക്കെ, നെക്സ്റ്റ് 7-day പ്ലാൻ. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ഒരു 7 ദിവസം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ Day 1 to 2 നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രോക്സ് ആൻഡ് ലെറ്റേഴ്സ്, അതായത് നല്ല പോലെ എന്ത് ചെയ്യുക, ഇങ്ങനെ വരഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരഞ്ഞ് നോക്കുക. ആൻഡ് ലെറ്റേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. ദെൻ Day 3 to 4 A to Z നീറ്റായിട്ട് എഴുതുക. ഓക്കെ, A to Z വരെ നമ്മൾ കുഞ്ഞാകുമ്പോൾ എഴുതിയ പോലെ നീറ്റായിട്ട് ഒരു നോട്ട്ബുക്കിൽ എഴുതുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് വാങ്ങാം കേട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേജ് നിങ്ങൾ അതിന് വേണ്ടി മാറ്റി വെക്കുക. ദെൻ Day 5 to 6 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുഞ്ഞ് പാരഗ്രാഫ്സ്, അത് ഏതെങ്കിലും റാൻഡം പാരഗ്രാഫ്സ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതെങ്കിലും പാരഗ്രാഫ്സ് നിങ്ങൾ ഷോർട്ടായിട്ടുള്ള പാരഗ്രാഫ്സ് എഴുതി നോക്കുക. ദെൻ Day 7 നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓൺ ഹാൻഡ് റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടാക്കാൻ നോക്കുക. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ കാണാൻ പറ്റും. അപ്പോൾ സ്മോൾ സ്റ്റെപ്സ് മേക്ക് ബിഗ് ചേഞ്ചസ് എന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിസ്സിന് വേണ്ടി ഒരു ഹാർട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു 7-day ചാലഞ്ചും ഈ ട്രിക്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ചാലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടികളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിംഗ് സൂപ്പർ ആവട്ടെ. ഇതേപോലെ ഫുൾ ടിപ്സും ട്രിക്സൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും.